14,500 രൂപയോളം കൊടുത്ത് വിൽക്കാനായിട്ട് നമ്മൾ എടുത്തേക്കുന്ന മീനാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ കടയിലുള്ള ഓരോ മീനും ചെമ്മീനും ഞണ്ടും. പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് പലരും തന്നെ മീൻ കച്ചവടം പുതുതായിട്ട് തുടങ്ങണം എന്നുള്ള ആശയമായിട്ട് എന്റെ അടുത്ത് വരാറുണ്ട്. അതും കേരളത്തിന്റെ പല ഭാഗത്തുള്ള അതിലുള്ള മിക്കവരും തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് മീൻ വാങ്ങി അവർക്ക് വിൽക്കണം എന്നാണ് പറയാറുള്ളത്. അവർക്കും ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും വേണ്ടി ജസ്റ്റ് ഒരു എക്സാമ്പിളോട് ഒരു ചെറിയ കാര്യം പറയാനാണ്. ഈ ഒരു ഞണ്ടിനെ കണ്ടില്ലേ, നമ്മൾ ഏകദേശം 1,300 രൂപ കൊടുത്തിട്ട് വാങ്ങിച്ച ഞണ്ടാണ്. നിർഭാഗ്യം വെച്ചാൽ നമ്മുടെ കയ്യിലിരുന്നിട്ട് ഈ ഞണ്ട് ഡെഡായി പോയി. ഡെഡായ നമ്മൾ സെയിൽ ആയതുകൊണ്ട് ഇവിടെ നമുക്ക് നഷ്ടം വന്നെന്ന് പറഞ്ഞാൽ 1,300 രൂപ. അതേപോലെ തന്നെ മീനിന്റെയും ചെമ്മീന്റെ കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാം. ഒരു പരിധി കഴിഞ്ഞും ഈ പറഞ്ഞ ഐറ്റംസ് ഒന്നും നമ്മുടെ കയ്യിൽ നിന്ന് വിറ്റ് പോയില്ലെങ്കിൽ ആഴ്ചകളോളം മാസങ്ങളോളം ഇരിക്കുന്ന മറ്റു സാധനങ്ങളെ പോലെയല്ല. ഈ പറഞ്ഞ ഐറ്റംസ് എല്ലാം എടുത്ത് കളയല്ലാതെ വേറെ വഴി. പറഞ്ഞു വന്നത് ആദ്യമേ തന്നെ ലാഭം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ഒരു ഫീൽഡിലോട്ട് എടുത്ത് കാല് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിരാശപ്പെടേണ്ടി വരും. ഈ ഒരു ഫീൽഡിൽ ഒരു എക്സ്പീരിയൻസ് ഇല്ലാതെ നേരിട്ട് കാലെടുത്ത് വെക്കുന്ന ഒരു കാര്യമുണ്ട് ഞാൻ പറഞ്ഞത്. ആദ്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കടയിടുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് കടയിട്ടിട്ട് നാളെ മുതൽ നല്ല കച്ചവടം അങ്ങോട്ട് കിട്ടിക്കോളുന്നില്ല. ഇങ്ങനെ നല്ല മീൻ വിൽക്കുന്ന ഒരു കട ഇവിടെ ഉണ്ടെന്ന് ആൾക്കാർക്ക് അറിഞ്ഞു വരണം. പതുക്കെ അങ്ങനെ പതുക്കെ കച്ചവടം ആയി തുടങ്ങും. അതിനുവേണ്ടിയുള്ള ക്ഷമയും ആത്മവിശ്വാസവും മസ്റ്റായിട്ട് വേണ്ട കാര്യം. പിന്നെ എന്ന് പറഞ്ഞാൽ കച്ചവടം ആകുന്നവരെങ്കിലും കട റൺ ചെയ്യാനായിട്ടുള്ള ഫിനാൻഷ്യൽ ബാക്കപ്പ് ആണ്. ചിലരെ അങ്ങനെ എടുത്തോ പിടിച്ചൊന്നും പറഞ്ഞിട്ട് കട അങ്ങോട്ട് തുടങ്ങും. ചിലപ്പോൾ കുറച്ച് മിനിറ്റ് ഡെയിലി ബാക്കി വന്നിരിക്കും. അതൊക്കെ 2-3 ദിവസം അടുപ്പിച്ച് ഇങ്ങനെ കാണും. മനസ്സും എടുത്തിട്ട് 2 ആഴ്ചക്കുള്ളിൽ തന്നെ ആ കട അങ്ങോട്ട് പൂട്ടി. ചുരുക്കി പറഞ്ഞാൽ വ്യക്തമായ ഒരു ധാരണയില്ലാതെ ഈ ഫീൽഡിലോട്ട് ഇറങ്ങാൻ നിൽക്കരുത്. പിന്നെ ജയവും തോൽവിയൊക്കെ എല്ലാ ഫീൽഡിലും പറഞ്ഞിട്ടുള്ളത്. അതൊക്കെ നേരിടാൻ നേരിട്ട് ഇറങ്ങി കച്ചവടം നടത്താനുള്ള ധൈര്യം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒട്ടും മടിക്കണ്ട, ഈ ഫീൽഡിലോട്ട് ഇറങ്ങിക്കോട്ടെ അങ്ങോട്ട്.